ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തിന് ഇത്രയധികം ആരാധകരെ സൃഷ്ടിക്കുവാൻ സാധിച്ചത് എന്തുകൊണ്ടാണ് എന്ന് പ്രേക്ഷകർ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് വ്യക്തിപരമായി തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പലപ്പോഴുമുള്ള സംഭാഷണങ്ങൾ ജനങ്ങളുടെ മനസ്സിനെ തൊടുന്നത് കൊണ്ടാണ്. ഉദാഹരണത്തിന് ഞാൻ പറയാം, കൊറോണ കാലത്ത് അദ്ദേഹം ഈ ആരോഗ്യ പ്രവർത്തകരെ അഭിനന്ദിക്കുവാൻ വേണ്ടി പാത്രങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിച്ച് കൈയടിക്കും പോലെ പാത്രങ്ങൾ കൂട്ടിമുട്ടിച്ച് ഒരു പ്രത്യേക സമയത്ത് ഭാരതമൊട്ടാകെ ശബ്ദമുയർത്തി കരഘോഷം പോലെ പാത്രങ്ങൾ മുട്ടിച്ച് ഒരു അഭിനന്ദനാരവമുയർത്തുവാൻ ഒരാഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു, ഒരു നിർദ്ദേശം നൽകിയിരുന്നു. അദ്ദേഹത്തിൻ്റെ വിമർശകരെതിരെ പാത്രം കൊട്ടി കൊറോണയെ ഓടിക്കുവാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ ജാമ്യമില്ലാ വാറണ്ട് പേര് വന്ന് ഒളിവിലായിരിക്കുന്ന പ്രകാശ് രാജ് ഉൾപ്പെടെയുള്ളവർ അതിനെ പരിഹസിച്ചിരുന്നു. പാത്രം കൊട്ടി കൊറോണയെ ഓടിക്കുവാൻ ശ്രമിക്കുന്ന വിഡ്ഢി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഭാരതീയർക്ക് അത് എന്തിനാണ് എന്ന് മനസ്സിലായിരുന്നു. കാരണം കൃത്യമായിട്ട്, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ ഗ്രഹങ്ങളിൽ കുറച്ച് വലിയ വീടാണെങ്കിൽ അവിടെ, അല്ലെങ്കിൽ സാധാരണ വീടുകളിലാണെങ്കിൽ പോലും അമ്മമാർ ആഹാരമായി എന്ന് മക്കളെ അറിയിക്കുന്നത് പലപ്പോഴും പാത്രത്തിൽ ഈ കരണ്ടി കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ അടിച്ചിട്ടായിരിക്കും. സ്റ്റീൽ പാത്രത്തിലോ അല്ലെങ്കിൽ മരപ്പാത്രത്തിലോ ആണെങ്കിൽ പോലും തട്ടിയിട്ടായിരിക്കും അത്തരത്തിലൊരു അറിയിപ്പ് കൊടുക്കുന്നത്, ഒരു മണിയടി പോലെ. അത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യുവാനാണ് പ്രധാനമന്ത്രി തങ്ങളോട് പറഞ്ഞതെന്ന് ജനം മനസ്സിലാക്കി. അതാണ് പറഞ്ഞത്, നേരിട്ട് അവരുമായി സംവേദിക്കുവാൻ അദ്ദേഹത്തിൻ്റെ ഒരു കഴിവുണ്ട്. മറ്റൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അക്ഷയ് കുമാറുമായിട്ട്, സിനിമാ താരം, ബോളിവുഡ് ഹിന്ദി സിനിമാ താരം അക്ഷയ് കുമാറുമായിട്ട് തിരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് അദ്ദേഹം ഒരു അഭിമുഖം നടത്തിയിരുന്നു. രാഷ്ട്രീയമൊന്നുമില്ലായിരുന്നു. പക്ഷേ അക്ഷയ് കുമാർ അതിനെ ഒരുപാട് പരിഹാസങ്ങൾ അപ്പോഴും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ ഇൻ്റർവ്യൂവിനെ പ്രതി അക്ഷയ് കുമാറും നേരിടേണ്ടി വന്നിട്ടുണ്ട്, നരേന്ദ്രമോദിയും നേരിടേണ്ടി വന്നിട്ടുണ്ട്. നരേന്ദ്രമോദി അതിനെല്ലാം കടന്നു പോകുന്ന, എന്തെങ്കിലും പറയട്ടെ എന്നുള്ള രീതിയിൽ കടന്നു പോകുന്നൊരു വ്യക്തിത്വമാണ്. അക്ഷയ് കുമാർ എങ്ങനെയാണെന്ന് അറിയില്ല, പരസ്യമായൊരു പ്രതികരണം ആ പരിഹാസങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം ഒന്നും നടത്തിയിട്ടില്ല. ആ അഭിമുഖത്തിൽ മാങ്ങയെക്കുറിച്ചാണ് ചോദിച്ചത്. പ്രധാനമന്ത്രിക്ക് മാങ്ങയെ ഇഷ്ടമാണോ എന്നുള്ളതാണ് അക്ഷയ് കുമാർ ചോദിച്ച അത്തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു എന്നുള്ള പരിഹാസങ്ങൾ ഉയർന്നപ്പോഴും അതിലൊരു കൃത്യമായിട്ടുള്ള ചില ഭാഗങ്ങളുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ മുമ്പൊരിക്കൽ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുള്ളതാണ്, എന്നാലും വീണ്ടും ഒന്ന് ഹ്രസ്വമായി പറയാം. അലാവുദ്ദീനും അത്ഭുത വിളക്കും കഥയെ സംബന്ധിച്ചുള്ളൊരു ചോദ്യമായിരുന്നു. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക് അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് ലഭിച്ചാൽ അദ്ദേഹം ജിന്നിനോട് എന്തായിരിക്കും ആഗ്രഹമായി പറയുക സാധിച്ചു തരുവാൻ വേണ്ടി? പ്രധാനമന്ത്രി ഒരു നിമിഷം പോലും ആലോചിക്കാതെ കൊടുത്ത മറുപടി അത്ഭുത വിളക്കിനെ സംബന്ധിച്ച് ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ലാത്തൊരു മറുപടിയായിരുന്നു. അദ്ദേഹം പറഞ്ഞ, ജിന്നിനോട് ഞാൻ പറയും, ഈ ജിന്നിൻ്റെയും അത്ഭുത വിളക്കിൻ്റെയും കഥ തന്നെ ആൾക്കാർ മറന്നു പോകുന്ന തരത്തിലുള്ള ഒരു അനുഗ്രഹമാണ് എനിക്ക് വേണ്ടത്. കാരണം ആളുകൾ നാളെ എനിക്ക് എന്തെങ്കിലും അത്ഭുത വിളക്ക് ലഭിക്കും, അതിൽ നിന്ന് പുറത്തു വരുന്ന ജിന്നിലൂടെ ഞാൻ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കും എന്ന മിഥ്യാധാരണയിലിരിക്കാതെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കെട്ടുകഥയിൽ വിശ്വസിച്ച് അഭിരമിച്ചിരിക്കാതെ സ്വന്തം പ്രയത്നത്തിലൂടെ ജീവിതമാർഗം കണ്ടെത്തി ജീവിത വിജയം നേടണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതാണ് സനാതനധർമ്മം നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു. ഇതും ജനങ്ങളുടെ മനസ്സിലേക്ക് നേരിട്ട് കയറി ചെന്നിരുന്നു, ഇടം പിടിച്ചിരുന്നു. അതാണ് നരേന്ദ്രമോദിയുടെ പ്രത്യേകത. വിമർശകർ അപ്പോഴും വിമർശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഈ ജനങ്ങളുടെ മനസ്സിലേക്ക് നേരിട്ട് സ്പർശിക്കുന്ന തരത്തിൽ ഈ മിഥ്യാധാരണയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞില്ല. ആ സംഭവം ഞാനൊന്ന് ആവർത്തിച്ചത്, നേരത്തെ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ആവർത്തിച്ചത്, അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ മൻ കി ബാത്തിലെ, ആകാശവാണിയിലൂടെ അദ്ദേഹം നടത്തുന്ന മൻ കി ബാത്ത് പരിപാടിയുടെ 135-ാം അധ്യായത്തിൽ അന്ധവിശ്വാസങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അന്ധവിശ്വാസങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചപ്പോൾ യുക്തിയും ശാസ്ത്രവും എല്ലാം ചേർത്ത് വേണം നാം അന്ധവിശ്വാസത്തെ സമീപിക്കുവാൻ. പലപ്പോഴും ദോഷകരമായിട്ടുള്ള അന്ധവിശ്വാസങ്ങൾ വെച്ച് പുലർത്താറുണ്ട് പലരും. അതിന് എതിരെയും അല്ലെങ്കിൽ അതിനെക്കുറിച്ചാണ് അദ്ദേഹം, എതിരെയോ അല്ലെങ്കിൽ അതിന് വേണ്ടിയോ എന്നുള്ളതിനും അപ്പുറം ഈ അന്ധവിശ്വാസങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. അത് വളരെ സുവ്യക്തമായി, വളരെ സരളമായി അദ്ദേഹം ആളുകളോട് സംവദിക്കുകയും ചെയ്തു ആകാശവാണിയിലൂടെ. അതിൽ തന്നെ പ്രത്യേകമായൊരു സംഭവകഥ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നാം വരാം. ഈ അന്ധവിശ്വാസങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം തുടങ്ങുന്നത് തന്നെ അന്ധവിശ്വാസങ്ങളെ എങ്ങനെ നേരിടണമെന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ കൃത്യമായ തർജിമ ഞാനൊന്ന് വായിക്കാം. അതിനുശേഷം അദ്ദേഹം ആ പറഞ്ഞ സംഭവകഥയിലേക്ക് വരാം. അദ്ദേഹം പറഞ്ഞത്, ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതും ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യ സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയതുമായ ഒരു വിഷയം നമുക്കിപ്പോൾ ചർച്ച ചെയ്യാം. അത് അന്ധവിശ്വാസത്തെക്കുറിച്ചാണ്. അന്ധവിശ്വാസം പലപ്പോഴും വെറുമൊരു തെറ്റിദ്ധാരണയല്ല, അത് ഭയം സൃഷ്ടിക്കുന്നു. ഭയം മനസ്സിനെ കീഴടക്കി കഴിഞ്ഞാൽ ഒരു വ്യക്തി യാഥാർത്ഥ്യം തിരിച്ചറിയുന്നില്ല.
അന്ധവിശ്വാസത്തിൽ മുഴുകിയ ആളുകൾ യുക്തിക്കും സത്യത്തിനും നിരക്കാത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. അതിൻ്റെ ഭവിഷ്യത്ത് അവർ അനുഭവിക്കുകയും ചെയ്യുന്നു. വലിയ ദോഷം വരുത്തുന്ന തീരുമാനങ്ങൾ അവർ എടുക്കുവാൻ തുടങ്ങുന്നു. അതേസമയം ശാസ്ത്രം, അനുഭവം, യുക്തി എന്നിവയെ അടിസ്ഥാനമാക്കി ഈ വിശ്വാസങ്ങളെ വെല്ലുവിളിക്കുന്നവരും സമൂഹത്തിലുണ്ട്. അന്ധവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കുള്ള ഈ യാത്ര എളുപ്പമല്ല. ഇന്ന് ഞാൻ നിങ്ങളോട് അത്തരമൊരു വിജയകരമായ യാത്രയെക്കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയാണ് അദ്ദേഹം അന്ധവിശ്വാസത്തെക്കുറിച്ചുള്ള ഭാഗം തുടങ്ങുന്നത്. കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ശാസ്ത്രം, അനുഭവം, യുക്തി, ഈ 3 കാര്യങ്ങൾ കൊണ്ട് വേണം അന്ധവിശ്വാസങ്ങളെ സമീപിക്കുവാൻ. അത്തരത്തിൽ അന്ധവിശ്വാസങ്ങളെ സമീപിക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇനി അദ്ദേഹം പറഞ്ഞ സംഭവകഥ ചുരുക്കി ഞാനൊന്ന് വിശദീകരിക്കാം പ്രേക്ഷകരോട്, അല്ലെങ്കിൽ പങ്കുവയ്ക്കാം. അദ്ദേഹം പറഞ്ഞത്, അസാമിലെ ചെറുപ്രദേശങ്ങളിൽ ഹർഗില എന്നൊരു പക്ഷിയുണ്ട്. ഈ ഹർഗില പക്ഷിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കാക്കയൊക്കെ പോലെ അതൊരു സ്കാവഞ്ചർ ബേർഡാണ്. ഈ മാലിന്യങ്ങൾ വൃത്തിയാക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു ജീവിയാണ്, അല്ലെങ്കിൽ ഒരു പക്ഷിയാണ് ഈ ഹർഗില. പക്ഷേ ഈ ഹർഗിലയുടെ ഒരു രൂപവും ഭാവവും ഒക്കെ കാരണം അതൊരു അശുഭ സൂചനയാണ്. ഹർഗിലയെ കാണുന്നത് ഒരു അശുഭകരമായ കാര്യമാണ് എന്ന് അസാമിലെ ജനങ്ങൾ വിശ്വസിച്ചിരുന്നു, പരക്കെ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഹർഗിലയുടെ കൂടുകൾ ഗ്രാമത്തിനരികെ ഉണ്ടെങ്കിൽ അവ നശിപ്പിക്കുവാനും ആ മരങ്ങൾ തന്നെ വെട്ടിക്കളയുവാനും ഒക്കെ അവർ സ്ഥിരമായി തയ്യാറായിരുന്നു. അപ്പോഴാണ് ബയോളജിസ്റ്റായ പൂർണിമാദേവി ബർമൻ ഇത്തരം സംഭവങ്ങൾ കാണുവാനും അറിയുവാനും ഇടയായത്. അതിനെതിരെ അവർ പ്രതികരിക്കുകയോ അല്ലെങ്കിൽ ലേഖനമെഴുതുകയോ ഒന്നുമല്ല ചെയ്തത്. അവരൊരു സംഘം രൂപീകരിച്ച് ഈ പക്ഷിയുടെ പ്രത്യേകതയും അതിൻ്റെ പ്രാധാന്യവും ഗ്രാമവാസികളെ ബോധ്യപ്പെടുത്തുവാനായി തുടങ്ങി. കൃത്യമായിട്ടുള്ള ആസൂത്രണത്തോടുകൂടി ഗ്രാമവാസികളുടെ ഇടയിൽ തന്നെ താമസിച്ച് അവരുമായി സംവേദനം നടത്തി, അവരുമായി ഒരു കൂട്ടായ്മകളിൽ ഒരു സരസ സംഭാഷണം പോലെ, ഒരു ഗ്രാമപഞ്ചായത്ത് പോലെയുള്ള പ്രക്രിയകളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് കൃത്യമായി ഗ്രാമവാസികളെ ഈ ഹർഗില എന്ന പക്ഷിയുടെ പ്രാധാന്യം, അത് നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക് എത്രത്തോളം ആവശ്യമായൊരു ഘടകമാണ് ഈ പക്ഷിയുടെ നിലനിൽപ്പ് എന്നുള്ളതിനെ സംബന്ധിച്ച് ബോധ്യം ഗ്രാമവാസികളിൽ ഉണ്ടാക്കുവാൻ പൂർണിമ ബർമന് സാധിച്ചു. അപ്പോൾ പൂർണിമ ബർമൻ്റെ ഈ ഒരു ഉദ്യമത്തെ തുടർന്ന് ഗ്രാമത്തിലുണ്ടായ മാറ്റമാണ് നരേന്ദ്രമോദി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നത്. അപ്പോൾ പൂർണിമാദേവി ബർമൻ്റെ ഈ ഒരു ഉദ്യമത്തിന് ശേഷം ശാസ്ത്രീയമായി തന്നെ ഇതിൻ്റെ പ്രാധാന്യത്തെ വിശദീകരിച്ചതിന് ശേഷം ഹർഗില ആർമി തന്നെ ഗ്രാമങ്ങളിൽ രൂപപ്പെട്ടു തുടങ്ങി. ഹർഗില പക്ഷിയെ സംരക്ഷിക്കുവാനുള്ളൊരു സൈന്യം തന്നെ ഗ്രാമങ്ങളിൽ രൂപപ്പെട്ടു തുടങ്ങി. മരങ്ങൾ വെട്ടുന്നത് നിന്നു. ഹർഗില പക്ഷിക്ക് യാതൊരു വിധത്തിലുള്ള അപകടവും ഉണ്ടാകാതിരിക്കുവാൻ ഗ്രാമവാസികൾ ശ്രദ്ധിച്ചു തുടങ്ങി. മറ്റാരെയും അതിനെ അപകടപ്പെടുത്തുവാൻ അനുവദിക്കാതിരിക്കുവാനുള്ള ശ്രമങ്ങൾ അവർ തുടങ്ങി. സ്ത്രീകൾ ഈ പ്രക്രിയയ്ക്ക് വേണ്ടി മുന്നോട്ട് വന്നാണ് ഈ ഹർഗില ആർമി രൂപീകരിച്ചത്. ഇതാണ് അന്ധവിശ്വാസത്തെ സംബന്ധിച്ച്, അന്ധവിശ്വാസത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഒരു അന്ധവിശ്വാസത്തെ സംബന്ധിച്ചുള്ള ഒരു സംഭവകഥയെ ചേർത്ത് നരേന്ദ്രമോദി നമ്മളോട് വിശദീകരിച്ചത്. അദ്ദേഹം ഈ കഥ വിശദീകരിച്ചപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു സംവേദനശീലത, സാധാരണക്കാരായ ഭാരതീയരുടെ മനസ്സിലേക്ക് നേരിട്ടെത്തുന്ന രീതിയിൽ ആശയങ്ങൾ സംവേദിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ്, ആ ഒരു സംവേദനശീലതയുടെ ഒരു ഉദാഹരണം കൂടിയാണിത്. ആലോചിച്ച് നോക്കൂ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ശാസ്ത്രം, അനുഭവം, യുക്തി, ഈ 3 കാര്യങ്ങൾ കൊണ്ട് വേണം അന്ധവിശ്വാസങ്ങളെ നേരിടാൻ. അതിനോടൊപ്പം തന്നെ അദ്ദേഹം ഒരു കാര്യവും പറയുന്നുണ്ട്, അന്ധവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കുള്ള യാത്ര, അന്ധവിശ്വാസത്തിൽ നിന്ന് യുക്തിവാദത്തിലേക്കുള്ള യാത്രയെന്നോ നിരീശ്വരവാദത്തിലേക്കുള്ള യാത്രയെന്നോ അല്ല അദ്ദേഹം പറഞ്ഞത്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംവേദനശീലത കടന്നു വരുന്നത്. ഭാരതീയരുടെ മനസ്സിലുള്ള വിശ്വാസം വർഷങ്ങളായി, ആയിരക്കണക്കിനല്ല 10,000-കണക്കിന് വർഷങ്ങളായി നിലവിലുള്ള ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്നുള്ളത് ഭാരതീയരെ പോലെ തന്നെ അദ്ദേഹവും തിരിച്ചറിയുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു വിശ്വാസത്തിനെ യുക്തി കൊണ്ടും അനുഭവം കൊണ്ടും ശാസ്ത്രം കൊണ്ടും അളക്കുക എന്നുള്ളത് ഒരു പക്ഷേ ഒരു മനുഷ്യജീവിതകാലത്തിൽ അസാധ്യമാണെന്നും അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്. അവിടെ യുക്തിയും ശാസ്ത്രവും അനുഭവവും പ്രയോഗിക്കേണ്ടത് അന്ധവിശ്വാസങ്ങൾക്ക് നേരെയാണ്, സനാതനധർമ്മത്തിന് നേരെയല്ല, അല്ലെങ്കിൽ നമ്മുടെ ഒരു ജീവിത രീതികൾക്ക് നേരെയല്ല. അതിൽ തന്നെ ഒരു യുക്തിപൂർവമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ, ഒരു പാരമ്പര്യമായി തുടർന്നു വരുന്നൊരു ശീലമുണ്ടെങ്കിൽ തുടർന്നുകൊള്ളുക, അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷകരമായിട്ടുള്ളൊരു ശീലമോ ആചാരമോ നാം പിന്തുടരുന്നുണ്ടെങ്കിൽ അതിനെ യുക്തിപൂർവം സമീപിച്ച് അനുഭവം കൊണ്ട് പഠിച്ച് ശാസ്ത്രത്തിലൂടെ വിശകലനം ചെയ്ത് തള്ളിക്കളയുക, അത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുവാനാണ് അദ്ദേഹം പറയുന്നത്. അല്ലാതെ നിരീശ്വരവാദിയാവാനോ യുക്തിവാദിയാകുവാനോ അല്ല. വലിയ
സങ്കീർണമായ വാദപ്രതിവാദങ്ങളൊന്നും അദ്ദേഹം നിരത്തുന്നില്ല. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ രസകരമായി ഈ ഒരു അനുഭവ കഥയിലൂടെ, അല്ലെങ്കിൽ സംഭവ കഥയിലൂടെ ഈ ഒരു വിഷയം അദ്ദേഹം അവതരിപ്പിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം വീണ്ടും സാധൂകരിക്കപ്പെടുകയാണ്. ഇത്രയും സംവേദനശീലതയുള്ള, ജനങ്ങളുടെ മനസ്സിലേക്ക് നേരിട്ട് ആശയങ്ങൾ സരളമായ രീതിയിൽ വളരെ ലാളിത്യത്തോടു കൂടി എത്തിക്കുവാൻ കഴിയുന്ന ഒരു ഭരണാധികാരി സമീപകാലത്തൊന്നും ലോകത്തുണ്ടായിട്ടില്ല എന്ന് പറയേണ്ടി വരും. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഞങ്ങളുമായി പങ്കുവയ്ക്കുക. കമൻറ്റുകളിലൂടെ നിങ്ങളുടെ പ്രതികരണങ്ങൾ അറിയാൻ തീർച്ചയായും താല്പര്യമുണ്ട്. ഞങ്ങളതിന് കാത്തിരിക്കുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു വസ്തുത. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് നിങ്ങളെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ സംവാദങ്ങൾ തുടരട്ടെ. അന്ധവിശ്വാസങ്ങളെ ശാസ്ത്രവും യുക്തിയും അനുഭവവും കൊണ്ട് നേരിടുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.